ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇന്നത്തെ ഡേ ആരംഭിക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കിന്ന് ഓഫീസിൽ കുറച്ച് നേരത്തെ പോകണം. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവധി ദിവസങ്ങളിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. കാര്യം അത് കുറച്ച് സമയം വേണമല്ലോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റത്, ഒരു 4 മണിക്ക് എഴുന്നേറ്റതിൻ്റെ കാരണം ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഇടിയപ്പത്തിന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടക്കറിക്കുള്ള മുട്ട നമ്മൾ വേവിക്കാൻ വെച്ചതിന് ശേഷം സവോളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന പോലെ നോർമൽ ഒരു മുട്ടക്കറിയാണ് കേട്ടോ. ഇതിലിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പം. കല്യാണിക്ക് പിണക്കമൊന്നും ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടവും ഇടിയപ്പമാണ്. ഇടിയപ്പവും ദോശയും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റാണ്. സ്കൂളിൽ പോകുന്ന ദിവസം എനിക്ക് ഈ രാവിലെ ഇടിയപ്പമൊന്നും ഉണ്ടാക്കി കൊടുത്തുവിടാൻ സമയം കിട്ടാറില്ല. അപ്പോൾ മിക്കവാറും ദോശയാണ് കൊടുത്തുവിടുന്നത്. വീട്ടിൽ നിൽക്കുന്ന ദിവസം മിക്കവാറും ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇതുപോലെയാണ് ആദ്യം മാവെടുത്ത് പിന്നെ തേങ്ങ വെച്ചിട്ട് വീണ്ടും മാവ് ഒഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇടിയപ്പം വെക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. മുട്ട ഞങ്ങൾ കറിക്ക് തേങ്ങാപ്പാൽ ചേർത്താണ് ഉണ്ടാക്കുന്നത്. കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് കളർ മാറി വരുമ്പോഴേക്ക് ഞങ്ങൾ അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഈ മുട്ടയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. വലിയ എരിവൊന്നുമില്ല. അപ്പോഴേക്കും നമ്മൾ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം അവിടെ എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ ഇടിയപ്പം 2 റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിന്നിപ്പോൾ ലഞ്ച് കൊണ്ടുപോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു അവിയലൂടെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അവിയലിനുള്ള പച്ചക്കറിയൊക്കെ അമ്മ തലേദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുണ്ടാക്കുകയാണ് കേട്ടോ. അത് നോർമലി ഇങ്ങനെ പച്ചക്കറിയൊക്കെ വേവിച്ചതിന് ശേഷം ഇതുപോലെ അരപ്പൊക്കെ അരച്ച് ചേർത്ത് തൈരൊക്കെ ചേർത്ത് എണ്ണയും കടുകും ഒക്കെ ചേർത്ത് അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചോറും റെഡിയായി. പിന്നെ ഞാൻ നമ്മുടെ വീടിനകത്തുള്ള കുറച്ച് പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തതിന് ശേഷം ഞാൻ ഓടിപ്പോയി ഫ്രഷായി ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. ഇനി പിന്നെ എനിക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണിക്കുട്ടി ഇന്ന് ഡാൻസിന് കൊണ്ടുപോയി ആക്കാൻ ഞങ്ങൾക്ക് 2 പേർക്ക് സമയമില്ല. 2 പേർക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് അവളെ ഡാൻസിന് വിടണ്ടെന്ന്. ഞാൻ ഇതുപോലെ നേരത്തെ പോകുന്ന ദിവസങ്ങളിലൊക്കെ കല്യാണിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വിഷ്ണു തന്നെ മാനേജ് ചെയ്തോളും. ഇപ്പോൾ 2 പേരും കൂടെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇനി അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കൊടുത്തിട്ട് വിഷ്ണു പോവുള്ളൂ. അപ്പോഴേക്ക് ഞാൻ റെഡിയായി. പിന്നെ കുറച്ച് നേരം കല്യാണിക്കുട്ടിയെ എടുത്ത് 1-2 ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം അവളുടെ പിണക്കമൊക്കെ മാറ്റി ഞാൻ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പിന്നെ കാണാം. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.